പുള്ളി ഈ സിനിമയെ കാണുന്ന ഒരു കൊമേഡിയൻ അല്ല. അല്ല, വളരെ സീരിയസാ. വളരെ ഭാര്യയാണെങ്കിലും ആഹ്, മെഡിക്കൽ കോളേജിലെ ഫോറൻസിക്. ഫോറൻസിക്കിന്റെ ഹെഡായിരുന്നു. ഒരുപാട് റെസ്പെക്ട് കിട്ടുന്ന ഒരു സ്ത്രീയാ. അതെ, ഞാൻ കേരളത്തിൽ ഏറ്റവും പരിചയപ്പെടുമ്പോ അധികം 2 ചെറിയ പിള്ളേര് ആ, ആ. രമ്യ 2 ചെറിയ പിള്ളേരാ. രണ്ടുപേരും ഉം. നല്ല വെൽ സെറ്റിൽഡ് ആണ്. ഉം. ആ വീട്ടിൽ പോയിട്ട് ഭാര്യയുടെ അമ്മയൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. ആ. എനിക്ക് അവര് പോലും ഫ്രീ ആകുമ്പോൾ ഹാജാനെ വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വിളിക്കും എന്നെ ഊണ് കഴിക്കാനൊക്കെ. ആ. "ഹാജ ഫ്രീ ആണോ? ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ഊണ് കഴിക്കാം." അപ്പൊ അവരുടെ കൂടെയുള്ള ആ ഭക്ഷണം, ഉം, ആ ഉം, 3 പേരും ഒപ്പം ഇരുന്നുള്ള ഭക്ഷണം കഴിക്കല്, അവരും ഒരു സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു ഉം, ഉം, വൈഫിന്റെ. ഉം, ഉം, അവരൊക്കെ ആയിട്ട് വലിയ അടുപ്പമായിരുന്നു. അവർ രണ്ടുപേരും പോയി. ഉം. ജഗദീഷേട്ടൻ ഞാൻ പറയും, "നമുക്ക് നല്ലൊരു പെണ്ണെ കെട്ടണ്ടേ?" അപ്പൊ എന്താ പറയും? പുള്ളി അതങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. ചിരിക്കും. ഭയങ്കര എനർജറ്റിക് അല്ലേ എപ്പോഴും, എല്ലാ സമയത്തും ചാടി ചാടിയേ നിക്കുള്ളൂ. ഈസി ആയിട്ട് വന്ന ആളൊന്നുമല്ല. പുള്ളി സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാനൊക്കെ കഴിവുള്ള ആളാ. ഉം, 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 ഉം. ഇപ്പൊ പിന്നെയും ഭയങ്കര കത്തി നിൽക്കണല്ലോ. ഒന്നും അതെ. ചിന്തിക്കാനല്ലോ. വേ- ഒരു ദിവസം പോലും വീട്ടിൽ അതെ, അതെ, വന്നിരിക്കാനുള്ള അതെ, അതെ. സമയമില്ല. ഓടുന്ന എല്ലാ പടത്തിലും ജഗദീഷ് ഏട്ടനുണ്ട്. മുകേഷ് ഏട്ടൻ ഉം. ഒരു ഓർമ്മ പറയണേ. മുകേഷായിട്ട് ചേട്ടൻ്റെ ഈ സംഘം, ആ, ഞങ്ങൾ അന്നൊക്കെ റൂം ഷെയറിങ് അല്ലേ. ആ. ഒരു റൂമിലാണ് താമസം. കൊടൈക്കനാൽ പോകുമ്പോഴും ഞങ്ങൾ ഉം, ജയ് ഭാരത് അങ്ങനെ എന്താണെന്ന് തോന്നുന്നു ആ ഹോട്ടലിന്റെ പേര്. അപ്പൊ അങ്ങനെ മാസങ്ങളോളം ഒന്നിച്ച് താമസിച്ചിട്ടുള്ള ഒരടുപ്പമുണ്ട്. പിന്നെ അന്നൊക്കെയാണെന്ന് തോന്നുന്നു സരിതയായിട്ടുള്ള പ്രേമമൊക്കെ, ഉം. സംഘസമയത്തിലൊക്കെ നല്ല പ്രേമം. അപ്പം വൈകുന്നേരം ആകുമ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് എന്നെയും വിളിച്ചോണ്ട് പോകും. ആ, ഞാനും സരിതയും മുകേഷും ഒരുപാട് സ്ഥലത്ത് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ആ. ചെന്നൈയിൽ ഞങ്ങൾ ഡബിങ്ങിന് പോയപ്പോൾ സരിതയുടെ വീട്ടിൽ പോയി, കല്യാണത്തിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സരിതയുടെ വീട്ടിൽ പോയി സരിത നല്ല ബിരിയാണി വെച്ച് തന്നിട്ടുണ്ട്. ഓ, 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 ഉം. ഓ, ഓ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് അങ്ങനെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ആ, ആ, ആ. പിന്നെ എന്നെ പറ്റിയുള്ള കഥകൾ വെറുതെ ഉണ്ടാക്കും. ഞങ്ങള് കൊടൈക്കനാൽ പോകുമ്പോൾ മാരുതിയുടെ ഫസ്റ്റ് ജപ്പാനിൽ നിന്ന് വന്ന വണ്ടിയാണല്ലോ അന്ന് ആദ്യം ആ, ഇറങ്ങിയ ആ, ചെറിയൊരു വണ്ടിയാണ് ആ, ആ, മാരുതി. ആ. ആ, അന്നൊക്കെ ഈ അംബാസിഡറിന് ഫിയറ്റ് ഒക്കെ ഓടിച്ചിട്ട് നമ്മൾ ഈ മാരുതി കയറുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പോകുന്ന ഉം. സ്റ്റിയറിംഗ് ആണെങ്കിലും സസ്പെൻഷനും എ സി ഒക്കെ ഭയങ്കര കൂളിങ്ങാ. നിങ്ങൾ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ക്ലച്ച് ചവിട്ടുമല്ലോ, ആ, ഞാൻ പതുക്കെ ഗിയർ എടുത്ത് ന്യൂട്രലാക്കി വിടും. ആ. പുള്ളി ഫസ്റ്റിലിട്ട് വെച്ചേക്കണായിരിക്കും. ആ. പുള്ളി അപ്പോൾ ഫസ്റ്റ് എന്നുള്ള ഓർമ്മയിൽ ക്ലച്ച് ഈ സിഗ്നൽ കഴിയുമ്പോഴത്തേക്കും പുള്ളി ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്കും വണ്ടി നീങ്ങണില്ല. 2-3 പ്രാവശ്യം പുള്ളിയുടെ മിസ്റ്റേക്ക് ആണെന്ന് വിചാരിച്ചു. 4-മത്തെ പ്രാവശ്യം ഞാൻ കൈ കൊണ്ട് വന്നപ്പോഴേ കൈ കയറി പിടിച്ചു. ഡാ ഡാ ഡാ. അങ്ങനെ മുകേഷായിട്ട് ഒരുപാട് കാര്യമുണ്ട് കേട്ടോ. അവിടെ കൊടൈക്കനാലിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതൊരു വ്യൂ പോയിന്റ്, ആ. അവിടെ ഈ സാധനം നോക്കാനായിട്ട് അവർ കാശ് ഇത്ര രൂപയെന്നുണ്ട്, എത്ര പൈസ 1 രൂപ അങ്ങനെ ഉം, എന്താണ്ട്. പുള്ളി ഷൂട്ട് ചെയ്യണ ആ ഒരു എനിക്കാണ് ആ പാർവതിയുടെ പുറയിൽ ഉം. ഓടണ ഒരു സീൻ, ഒരു ആ, കാക്കി ആ, ഷർട്ടും ആ, ഷോളൊക്കെ ഇട്ടിട്ട് പുള്ളി അവിടെ പോയിട്ട് ആ ടിക്കറ്റ് കീറുന്ന ആളുടെ അടുത്ത് ആ. പൈസ ഒന്നുമില്ല, എനിക്കിതൊന്ന് കാണണം സാർ, നമ്മൾ സ്റ്റുഡന്റ് സാർ, ആ. ഫ്രീ ആയിട്ട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളായിട്ട് ഭ്രാന്ത് പിടിപ്പിക്കും. അങ്ങനത്തെ കുറെ കുരുത്തക്കേടുകളൊക്കെ കാണിക്കുക. അന്ന് പിന്നെ പ്രായവും ചെറുതല്ലേ. ആ, 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 ആ. ഗണേഷ് കുമാർ. ഗണേഷ് കുമാറിന്റെ ഫാമിലി ആയിട്ട് നല്ല അടുപ്പമായിരുന്നു. ആ സിസ്റ്റേഴ്സായിട്ടും അച്ഛൻ, അമ്മ ഉം, അമ്മ വെജിറ്റേറിയൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ഉം. ദിവസം മോനെ ഞാൻ വെജിറ്റേറിയൻ ആണ്, അപ്പോൾ ഞാനൊരു വെജിറ്റബിൾ കട്ട്ലറ്റ് ഒരു പ്രാവശ്യം കൊണ്ട് കൊടുത്തു വീട്ടിൽ നിന്ന്. ആ. അതിനെ പറ്റി എന്നെ എപ്പോഴൊക്കെ കാണുമ്പോൾ ബാബയുടെ അടുത്ത് പറയും, ഉം. എനിക്ക് മറ്റേ വെജിറ്റബിൾ കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ സാധനമാണ്, ഒരു പ്രാവശ്യം എപ്പോഴോ കൊടുത്തതാണ്, പക്ഷേ അത് തന്നെ പുള്ളിക്കാരത്തി പറഞ്ഞിട്ട്. അതേമാതിരി എനിക്ക് ട്രിവാൻഡ്രത്ത് ഒരു ഷോപ്പ്, ഫസ്റ്റ് ഞാൻ ട്രിവാൻഡ്രത്ത് ബിസിനസ് ചെയ്യാൻ വരുമ്പം ഒരു ഇഷ്യൂ വെച്ചിട്ട് അത് ഞാൻ എറണാകുളത്ത് ഇവിടെ പണി നടക്കണമായിരുന്നു. എറണാകുളത്ത് ഞാൻ ഇരിക്കുമ്പം പറഞ്ഞത് കളക്ടർ വന്ന് ഉം. സീൽ ചെയ്ത്, ഗണേഷിൻ്റെ അളിയനാണ് ഓ. കളക്ടർ. ആ. അങ്ങനെ ഞാൻ ഓടി ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്ത് നിന്ന് വന്ന് അവിടെ പോയി കണ്ടു, ആ. എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ കയ്യിലാണ് ഉം. ശരിയെന്ന് കണ്ടപ്പം ഗണേഷിൻ്റെ അമ്മ തന്നെയാണ് അച്ഛൻ്റെ അടുത്തും അളിയൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് ഓ, ഓ, അത് ഓ. സീൽ ചെയ്തിരുന്ന കട ഓ, 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 ആ, ഓ. അത് ഓപ്പൺ ചെയ്ത് തന്നെ എനിക്ക് വേണ്ടി. ഓ. അങ്ങനെ അങ്ങനത്തെ ഹെൽപ്പുകളൊക്കെ, ചെറിയ ഹെൽപ്പല്ല കേട്ടോ. വലിയ ഹെൽപ്പല്ലേ. അശോകൻ. അശോകൻ എനിക്ക് തോന്നിയേക്കണത് ഒരു പാവം പിടിച്ച മനുഷ്യൻ, ആരെയും പറ്റി മോശം പറയൂല, ഉം. ആരെയും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കൂല. പുള്ളീനെ ഇവന്മാരൊക്കെ കൂടെ ആ, ഭ്രാന്താക്കും എല്ലാവരും അല്ലേ? കൂടെ പ്രാന്താക്കും. പുള്ളി ചിരിക്കും, പുള്ളി നന്നായിട്ട് ചിരിക്കും, പുള്ളി നന്നായിട്ട് എൻജോയ് ചെയ്യും. പാവമാണ്, ആരെയും പറ്റി
മോശം പറയാത്തൊരു മനുഷ്യനാണ്. പാട്ടോ? നന്നായിട്ട് പാടും. ഉം, അത് ഉം, ഇവരെല്ലാവരും അതായിട്ട് സിദ്ദിഖ്, അശോകൻ, ജഗദീഷ് ഇവരൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഉം, ഉം, രസമാണ്. പാട്ടും തമാശയും ഉം. രസമാണ്. ആ ഒരു മനോജ് കെ സമയം. മനോജ് ഞാനും ട്രിവാൻഡ്രത്ത് ഞാൻ താമസിക്കുന്ന സമയത്ത് മനോജ് വരുമ്പം എൻ്റെ വീട്ടിൽ മനോജ് വന്ന് ഞങ്ങളൊന്നിച്ച് ഒരു ബെഡിൽ കുറെ നാള് ഷൂട്ടിങ്ങിനല്ല വീട്ടിൽ വരുമ്പോൾ നമ്മൾ കിടക്കുമായിരുന്നു. ഓ ഓ അങ്ങനെ വേൾഡ് കപ്പ് ഫസ്റ്റ് നമ്മൾ ടി വി വന്ന സമയത്ത് വേൾഡ് കപ്പ് കാണാനായിട്ട് അപ്പം ഞങ്ങൾ ജൂബിലി ഫിലിംസിൽ ജിമ്മി ചാൻ, ഞാൻ, മനോജ്, ജിമ്മി ചാൻ മൂന്നുപേരും കൂടെ വേൾഡ് കപ്പ് അന്ന് രാത്രി 1 മണിക്കൊക്കെയാണ്, 1 മണി 1:30 മണിക്കൊക്കെയാണ് വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അതുവരെ ഇത് കാണാൻ വേണ്ടി ഞങ്ങൾ ഉറങ്ങാതെയൊക്കെ ഇരിക്കും. ഇത് ഉറങ്ങാറാകുമ്പോൾ ഞങ്ങൾക്ക് ഉറങ്ങിപ്പോവും. പറഞ്ഞു പിന്നെ എങ്ങനെയെങ്കിലും ചാടി എണീറ്റിട്ടാണ് ഈ ഫുട്ബോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഈ മറഡോണ എന്ന് കത്തി നിൽക്കുന്ന സമയമാണ്. ഫൈനലാ ഏതോ ഒരു കളിയിൽ വന്നപ്പോഴത്തേക്ക് മറഡോണ ഗോൾ അടിക്കണില്ല. അപ്പൊ ജിമ്മിച്ചായൻ പറഞ്ഞു, എടാ മറഡോണായേ ഒരു ഗോൾ അടിയിടാവേ. അത് മനോജ് ഇപ്പോഴും ജിമ്മിച്ചായനെ കാണുമ്പോ പറയും, എന്നെ കാണുമ്പോഴും പിന്നെ അത് പറയും ഡയലോഗ്. ഈ ബൈജു സന്തോഷല്ലേ, അദ്ദേഹമായിട്ടുള്ള അടുപ്പം എങ്ങനെയാ? അത് വേറൊരു കുരുത്തക്കെട്ട. ഈ വൈബില് വരുന്നോണ്ട് ചോദിച്ചതാ. ബൈജുയുടെ വീടിന്റെ മുകളില് 2 ഫ്ലോർ ഉണ്ടായിരുന്നു. അതില് മുകളിലത്തെ ഫ്ലോറിൽ ഞാൻ വാടക താമസിച്ചിട്ടുണ്ട്, ഞാനും വൈഫും. കല്യാണം കഴിഞ്ഞ ടൈമിൽ മൂത്ത മോനുള്ള സമയത്ത് എൻ്റെ മൂത്ത മോനെ ഒരുപാട് നോക്കിയിട്ടുള്ളതാണ് ബൈജുയുടെ അമ്മ. എൻ്റെ മൂത്ത മോനായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു, ഭയങ്കര സഹായമായിരുന്നു ബൈജുയുടെ അമ്മ. അപ്പം ഞാൻ ഈ എപ്പോഴും എറണാകുളം പോകുമായിരുന്നു ഇവിടുന്ന്. അപ്പോൾ ഈ കാറിൽ പോയി അടുത്ത് പിന്നെ ട്രെയിനിൽ പോകാൻ തുടങ്ങി. അപ്പോൾ കാറ് താഴെ ഇടും. അമ്മ എറണാകുളത്ത് ഞാൻ പോയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ബൈജു വിളിച്ചിടാ നിന്റെ വണ്ടി എടുത്തപ്പോഴേ ചെറുതായിട്ടൊന്ന് മുട്ടി. ഞാൻ നമ്മുടെ താജിലെ നാസറിൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഓക്കേടെ കുഴപ്പമൊന്നുമില്ല എന്ന്. അത് കഴിഞ്ഞ് ഞാൻ ട്രിവാൻഡ്രം വന്നു. ക്ലബ്ബിൽ എന്തുണ്ട്, അപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിലാണ്, ഇവിടെ എപ്പോൾ കിട്ടും, 2 ദിവസം കഴിഞ്ഞ് കിട്ടൂടാന്നൊക്കെ പറഞ്ഞു. ക്ലബ്ബിൽ പോയപ്പോൾ മണിയമ്പിള്ള രാജു എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ വണ്ടി ആ നമ്മുടെ വള്ളയമ്പലത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇരിക്കണുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ബിൽഡിങ്ങിൻ്റെ മുകളിലാ? അപ്പോൾ നമ്മുടെ ദിനേശ് പണിക്കറിൻ്റെ കടയുണ്ട് അവിടെ, വീഡിയോ ഷോപ്പ്. ആ ബിൽഡിങ്ങിൽ എന്താണ് ചെന്ന് ഇടിച്ച് മുകളിലോട്ട് കയറ്റി കൊടുത്തത്. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ബൈജുവിൻ്റെ അടുത്ത് ചോദിച്ചാൽ, എടാ ബൈജു ഇതെവിടെയാണ് ഇടിച്ചത്? എടാ വണ്ടി പുറത്തോട്ട് ഇറക്കിയപ്പോൾ ആ ഗേറ്റിൻ്റെ ഇതിൽ അതിന് കുഴപ്പമൊന്നുമില്ലടാ. അത് ഞാൻ അപ്പം തന്നെ ശരിയാക്കിയടാ. അതിന് ശേഷമാണ് ഞാൻ ഈ വർക്ക്ഷോപ്പിലോട്ട് പോണത്. വർക്ക്ഷോപ്പിലോട്ട് പോകുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ഇല്ല, മാരുതി 800 KL1333 എന്ന് പറഞ്ഞ നല്ല ഫാൻസി നമ്പറൊക്കെ ആയിട്ട് ഒരു വണ്ടിയായിരുന്നു, വണ്ടിയുടെ ഫ്രണ്ട് ഇല്ല. തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ചിരി. അത് ഞാൻ ശരിയാക്കി തരാടാ, നീ അതിന് ഇൻഷുറൻസ് ഉണ്ട്, അത് കിട്ടിക്കോളൂ, അത് കുഴപ്പമില്ല. കെട്ടിടത്തിന്റെ മണിയമ്പിള്ള രാജുവാണ് അത് പറയണത് എൻ്റെ അടുത്ത് ക്ലബ്ബിൽ വെച്ച് കണ്ടപ്പോൾ. ഇപ്പോഴും ഈ ട്രിവാൻഡ്രത്തും ഒക്കെ അല്ലെങ്കിൽ കൊച്ചിയിലൊക്കെയുള്ള കൂട്ടുകാരൊക്കെ ഇല്ലേ, അതൊക്കെ കൂടാൻ വേണ്ടിട്ട് കൊച്ചിയിലെ കൂട്ടുകാർ ഞങ്ങൾ എപ്പോഴും ട്രിപ്പ് പോവും, പൊള്ളാച്ചിയോ അതിരമ്പള്ളിയോ അല്ലെങ്കിൽ കൂടുതൽ കുട്ടിക്കാനോ ഞങ്ങൾ പോകണം. വാഗമൺ, കുട്ടിക്കാനം. കൊച്ചിയിലെ കൂട്ടുകാരിൽ സിനിമാക്കാരുണ്ടോ? സിനിമാക്കാരില്ല.